Dear students, let us come to Module 4, Part 1, Accounting for Overhead. The meaning and definition. Overhead is the total of indirect material cost, indirect labor cost, and indirect expenses. And according to Weldon, as the cost of indirect material, indirect labor, and other expenses, including to services, as cannot be conveniently charged to a specific unit. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകാവുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽ കോസ്റ്റും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ ലേബർ കോസ്റ്റും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസിനെയും പർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്കോ അല്ലെങ്കിൽ പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിലേക്കോ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റുകളെയാണ് ഓവർഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓവർഹെഡ്സ് ഇൻവോൾവ്സ് മെയിൻലി 3 elements, that is indirect material. Then indirect material are those material which cannot be identified to cost center or cost unit or job and do not the form of part of the finished product. For example, lubricants, cotton waste, other consumable petty expenses are related to materials are also known as indirect material. Okay. നമുക്ക് ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന മെറ്റീരിയലിനെ ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത എല്ലാ മെറ്റീരിയലുകളെയും കളക്റ്റീവായിട്ട് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടൺ വേസ്റ്റ് അല്ലെങ്കിൽ പെറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് അത് എത്രയാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ കോസ്റ്റുകളെ നമുക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ, ഇൻഡയറക്റ്റ് ലേബർ. ഓക്കെ, ദെൻ ഇൻഡയറക്റ്റ് ലേബർ ഈസ് ദാറ്റ് ലേബർ വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് ഓർ ഡയറക്ട്ലി ചാർജ് ടു പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റ്. ആ ഒരു കോസ്റ്റ് യൂണിറ്റ് ഇൻവോൾവ് ആയിരിക്കുന്ന ലേബർ കോസ്റ്റുകളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ സാലറീസ് ടു ഫോർമാൻ, ദെൻ സാലറീസ് ടു ഇൻസ്പെക്ടേഴ്സ്, ദെൻ പേയ്മെൻറ്റ് ടു സെക്യൂരിറ്റി സ്റ്റാഫ്. അല്ലേ, ഒരു ഓർഗനൈസേഷനിൽ അവിടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി സ്റ്റാഫിന് നമ്മൾ സാലറി കൊടുക്കുന്നത്, അത് ഒരു പ്രോഡക്റ്റിന് എത്ര സെക്യൂരിറ്റി സ്റ്റാഫിന് സാലറി കൊടുത്തെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പ്രത്യക്ഷത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ലേബർ കോസ്റ്റുകളെ നമുക്ക് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. തേർഡ് വൺ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. Okay, then indirect expenses are those expenses which cannot be identified or traced to a product. Then expenses like rent, insurance, tax, lighting and heating, audit fees are indirect expense which cannot be linked with the specific cost unit. Okay, ഒരു പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ചില എക്സ്പെൻസുകളൊക്കെ ഉണ്ട്. ആ എക്സ്പെൻസുകളെ പ്രഥമ ദൃഷ്ടിയ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെൻസുകളെ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ടാക്സ്, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടി ഇത്ര ടാക്സ് കൊടുത്തു എന്ന് നമുക്ക് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പം all these the sum total of indirect material cost and indirect labor cost and indirect expense are collectively known as overhead. Then overhead, this concept is involve in the total of indirect material cost, then indirect labor cost, then indirect expense is also known as overhead. Okay, the next topic is that step for linking overhead to cost unit. Okay, and any item of overhead should become a part of cost of the product. For the purpose of overhead, cost are to be linked to cost unit, and following are the important steps involved for linking overhead to cost unit. Then the first step is that collection of overhead. Then second one, the classification of overhead. And third one, allocation and apportionment of overhead. And fourth one, reapportionment of overhead. Then ascertainment of overhead rate. And last one, absorption of overhead to product. Then the first step is that collection of overhead. The collection of overhead involves the processing of various documents from which the data on indirect material, indirect labor and indirect expenses are extracted. The source of document for various items of overhead are invoices, stores requisition, wage analysis sheet, then cash book, journal entries and subsidiary records, etc. Okay, ഓവർഹെഡിനെ ഒരു പർട്ടിക്കുലർ യൂണിറ്റുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓവർഹെഡ്. എന്താ പറയുന്നത്, നമുക്കുണ്ടായിരിക്കുന്ന എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളെയും
ഓരോ കോസ്റ്റ് സെൻറ്റർ തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെയും, എല്ലാ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിനെയും, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയും പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുക. അതിനെന്താണ് നമുക്ക് ഓർഗനൈസേഷനുള്ള പലതരത്തിലുള്ള ഡോക്യുമെൻസിൽ നിന്നും നമുക്ക് ആ എക്സ്പെൻസുകളൊക്കെ കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്. ദെൻ the concept is that codification. Then after collecting the data, the suitable numbers and letters or symbols are allotted to each item of expenses and distinguish it from other expenses or group of expenses. The process of allotting code number is also known as codification. Okay, ഫസ്റ്റിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ കളക്ട് ചെയ്ത ഓരോ എക്സ്പെൻസിനെയും സീരിയൽ നമ്പർ വൈസ് ഓരോ നമ്പർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സിമ്പിൾസ് നമ്മൾ കൃത്യമായിട്ടും അലോക്കേറ്റ് ചെയ്ത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി വളരെ പ്രോപ്പറായിട്ട് ഓരോ ലെറ്റേഴ്സും സിമ്പിൾസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് കോഡിഫിക്കേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. Then let us come to the second step is that classification of overhead. There are different methods of classifying the grouping of overhead, and the methods of classification adopted by concern depend upon the objectives of classification, but the nature of the product or service rendered to policy of the management. Okay, then നമ്മൾ ഓവർഹെഡിനെ കളക്ട് ചെയ്തു, അതിനെ കോഡിഫൈ ചെയ്തു. Then the second step is that classification of overhead on the base of different criteria. ഓരോ ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ നമ്മൾ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കണം. And for costing purpose, the overhead expenses are classified on the following basis. Then first one on the basis of function or department, then second one on the basis of element or incidence, and the third one behavior or variability, and fourth one controllability, and fifth one normalcy. ഓക്കെ, ഇങ്ങനെ പ്രധാനമായിട്ട് ഓരോ ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ നമ്മൾ കളക്ട് ചെയ്ത കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യണം. ദ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൾറെഡി വി ആർ സ്റ്റഡീഡ് ഇൻ ഫസ്റ്റ് ചാപ്റ്റർ. കോസ്റ്റ് ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളത് പ്രതിപാദിക്കുന്നില്ല. എന്നാൽ തന്നെ പ്രധാനമായിട്ടും ഫംഗ്ഷൻ വൈസുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഓർഗനൈസേഷനിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിൽ പ്രൊഡക്ഷൻ ഓർ വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഓഫീസ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ തേർഡ് വൺ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇസ് ദറ്റ് എലമെൻറ്റ് വൈസ് ഓർ ഇൻസിഡൻസ് വൈസ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് indirect material, then indirect labor, then indirect expenses. Then third one is the behavior wise classification. Behavior wise classification involves fixed overhead, then variable overhead, then semi variable overhead. Then fourth one on the basis of controllability wise classification, controllable cost, then uncontrollable cost. Then last one on the basis of normalcy wise classification. Here the overhead cost are classified into normal and abnormal overhead. Okay, ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കോസ്റ്റ് ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് തന്നെയാണ്, അതേ സെയിം കാര്യം തന്നെയാണ് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. Then the third step is allocation and apportionment of overhead. Okay, after the collection of overhead on the basis of standing orders or numbers, the overhead are to be allocated or apportioned the cost center and the cost unit. The allocation or apportionment of expenses to the cost center is also known as primary distribution or departmentation of overhead. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്ത ഓവർഹെഡുകൾ എന്താണ്, ഇനി അതിനെ ക്ലാസിഫൈ ചെയ്തു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ എന്താ പറയുന്നത്, കളക്ട് ചെയ്ത ഓവർഹെഡിനെ സംബന്ധിച്ചോളം അത് ഓരോ പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിലേക്കും കോസ്റ്റ് സെൻറ്ററിലേക്കും നമ്മളതിനെ അലോട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ഓവർഹെഡുകളെ കൺസേൺഡ് പ്രോഡക്റ്റിലേക്കോ കൺസേൺഡ് കോസ്റ്റ് യൂണിറ്റിലേക്കോ നമ്മൾ അതിനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രക്രിയയ്ക്ക് നമുക്ക് പറയും പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതൊന്നെങ്കിൽ പ്രധാനമായിട്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആകാം, അല്ലെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആകാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ആ ഓരോ പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓവർഹെഡുകളെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് പറയാൻ സാധിക്കും അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും.
then the meaning of allocation of overhead is that the allotment of all items of cost to the cost centers or cost unit. ഓക്കെ, അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കുണ്ടായിരിക്കുന്ന എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും ഒരു പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്ററിലേക്കോ നമ്മൾ മൊത്തത്തിൽ അതിനെ അലോക്കേറ്റ് ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് എന്താ പറയാൻ സാധിക്കും, അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ദ സെക്കൻഡ് കൺസെപ്റ്റ് ഈസ് ദാറ്റ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ്. The term apportionment of overhead means the allotment of proportion of item cost to cost center or cost unit. ഓക്കെ, നമ്മൾ ഉണ്ടായിരിക്കുന്ന എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളെയും അതിൻ്റെ പ്രൊപ്പോർഷൻ അല്ലേ, ഓരോ പ്രൊപ്പോർഷന് ആനുപാതികമായിട്ട് നമ്മൾ കൺസൈൻഡ് കോസ്റ്റ് യൂണിറ്റിലേക്കോ കോസ്റ്റ് സെൻറ്ററിലേക്കോ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്താ പറയാൻ സാധിക്കും, അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റും വ്യത്യാസമാണ്. അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉണ്ടായിരിക്കുന്ന മുഴുവൻ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളെയും പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ മൊത്തത്തിൽ നമ്മൾ എന്താണ് അലോട്ട് ചെയ്യുന്നതിന് നമുക്ക് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ പ്രൊപ്പോർഷന് ആനുപാതികമായിട്ട് കോസ്റ്റ് യൂണിറ്റിലേക്കോ കോസ്റ്റ് സെൻറ്ററിലേക്കോ നമ്മളെന്താണ് കോസ്റ്റുകളെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. The next topic is that difference between allocation and apportionment of overhead. Then first one, meaning. It is in allocation, it is an allotment of all item of cost center or cost units etc. എന്താണ് ഉണ്ടായിരിക്കുന്ന മുഴുവൻ എക്സ്പെൻസിനെയും പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ നമ്മൾ അലോട്ട്മെൻറ്റ് ചെയ്യുന്നു. അണ്ടർ അപ്പോർച്ച്മെൻറ്റ് ഇറ്റ് ഈസ് ആൻ അലോട്ട്മെൻറ്റ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ഐറ്റംസ് ഓർ കാസ്റ്റ് ടു കോസ്റ്റ് സെൻട്രൽ കോസ്റ്റ് യൂണിറ്റ്. എന്താ പറയുന്നത്, ഒരു ആനുപാതികമായിട്ട് എന്താണ് നമ്മൾ എക്സ്പെൻസുകളെ ആനുപാതികമായിട്ടുണ്ടാകാവുന്ന ഓവർഹെഡുകളെ ആനുപാതികമായിട്ട് കോസ്റ്റ് സെൻറ്ററിലേക്കും കോസ്റ്റ് യൂണിറ്റിലേക്കും നമ്മൾ അലോട്ട് ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് അപ്പോർച്ച്മെൻറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. നീഡ്, ദർ ഇസ് നീഡ് ഫോർ ബേസിസ് ഫോർ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് ടു ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അലോക്കേഷൻ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ബേസിസിൻ്റെ ആവശ്യമില്ല, മുഴുവൻ എക്സ്പെൻസുകളെയും നമ്മൾ എന്ത് ചെയ്യണം, പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ അലോട്ട് ചെയ്യുന്നു. ബട്ട് ഇൻ ദി കേസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് സം ഈസ് സ്യൂട്ടബിൾ ബേസിസ് ഫോർ ദി അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് ആർ ടു ബി നീഡഡ്. ഓക്കെ, എന്താ പറയുന്നത്, അപ്പോർച്ച്മെൻറ്റ് പ്രക്രിയയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേസിസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ കോസ്റ്റുകളൊക്കെ കോസ്റ്റ് യൂണിറ്റിലേക്ക് അലോട്ട് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ, അട്രിബ്യൂട്ടബിൾ. ആൻഡ് ഇൻ ദ ടൈംസ് ഓഫ് ഓവർഹെഡ്സ് ആർ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോസ്റ്റ്. സോ ഇറ്റ്സ് ഡയറക്റ്റ് നേച്ചർ. ഓക്കെ, അലോക്കേഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസിനെ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഡയറക്റ്റ് നേച്ചർ. ബട്ട് ഇൻ ദി കേസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് the items are shared by two or more departments, so they are indirect nature. എന്താ പറയുന്നത്, അപ്പോർച്ച്മെൻറ്റിലേക്ക് വരുമ്പോൾ ഓരോ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ടാണ് നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്താ സാധിക്കും, ഒരു ഇൻഡയറക്റ്റ് നേച്ചർ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ഫോർത്ത് വൺ, കോസ്റ്റ് കൺട്രോൾ. ദെൻ കോസ്റ്റ് കൺട്രോൾ ഈസ് മോർ ഈസി ആസ് ടു ഓവർഹെഡ് ആർ ഐഡൻറ്റിഫൈഡ് വിത്ത് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അലോക്കേഷൻ്റെ കേസിൽ നമുക്ക് വളരെ പ്രോപ്പറായിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബട്ട് ഇൻ ദി കേസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് ദ കോസ്റ്റ് കൺട്രോൾ ഈസ് ഡിഫിക്കൽട്ട്, ഓവർഹെഡ് ആർ നോട്ട് ഐഡൻറ്റിഫൈഡ് വിത്ത് സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, കോസ്റ്റ് കൺട്രോളിൻ്റെ കാര്യത്തിൽ എന്താണ്, അപ്പോർച്ച്മെൻറ്റ് കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ കോസ്റ്റ് കൺട്രോൾ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, then the next concept is the basis of apportionment of overhead. ഓക്കെ, ഓവർഹെഡ് കോസ്റ്റ് ആൻഡ് ബേസിസ്. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും ഉണ്ടാകാവുന്ന ഓവർഹെഡിനെ അതിനെ ഓരോ പ്രൊപ്പോർഷൻ ആനുപാതിക ബേസിസിൻ്റെ ബേസിൽ നമ്മൾ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ ഒക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ക്രൈറ്റീരിയയെ മുൻനിർത്തിക്കൊണ്ടാണ് ആ കോസ്റ്റിനെ നമ്മൾ പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിലേക്കും കോസ്റ്റ് സെൻറ്ററിലേക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ടും ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓവർഹെഡ് ആൻഡ് ബേസിസ്. Okay, then first item is that the factory rent. Then factory rent apportion on the basis of area occupied by each department. Okay, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകാവുന്ന ഫാക്ടറി റെൻറ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഓരോ എത്ര ഏരിയ ആണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കുപ്പൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ്, ആ സ്ക്വയർ ഫീറ്റിന് ആനുപാതികമായിട്ടാണ് നമ്മളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് എലമെൻറ്റ് ഈസ് ദാറ്റ് ഇലക്ട്രിക് ലൈറ്റിംഗ്. ദെൻ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ് ഫ്ലോർ ഏരിയ യൂണിറ്റ്സ് കൺസ്യൂം ടു മീറ്റേഡ്. ഓക്കെ, എന്താ പറയുന്നത്, ലൈറ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻസിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് ആ ഓർഗനൈസേഷനിൽ ആ പർട്ടിക്കുലർ ഏരിയ എത്ര ലൈറ്റ് പോയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഏരിയ അത് കവേർഡ് ചെയ്യുന്നു അതിന് ആനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് എലമെൻറ്റ് ഈസ് ദാറ്റ് സൂപ്പർവിഷൻ. Supervision distributed on the basis of number of employees.
Then fourth one, depreciation of machine, and depreciation of machine allocated on the basis of cost of machine. Then fifth one, electric power. Then electric power is allocated on the basis of horsepower of machine or units consumed if metered. എന്താണ് മെഷീൻ്റെ ഹോഴ്സ് പവറിന് ആനുപാതികമായിട്ടാണ് ഇലക്ട്രിക് എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ദെൻ സിക്സ്ത് വൺ, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്. ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് ബേസ്ഡ് ഓൺ ഫ്ലോർ ഏരിയ ഒക്കുപ്പൈഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, എത്ര ഏരിയ ആണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് അതിന് അനുപാതികമായിട്ടാണ് ഇൻഷുറൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഇൻഷുറൻസ് ഓഫ് മെഷീൻ. മെഷീൻ്റെ ഇൻഷുറൻസ് നമ്മൾ കോസ്റ്റ് ഓഫ് മെഷീൻ്റെ കോസ്റ്റിൻ്റെ അനുപാതികമായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ 8.1, റെൻറ്റ്, റേറ്റ്, മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, റേറ്റ്, അതിൻ്റെ മെയിൻ്റനൻസ് അതൊക്കെ എന്താണ് ദ ഫ്ലോർ ഏരിയ ഒക്കുപ്പൈഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഫ്ലോർ ഏരിയാസിൻ്റെ ബേസിലാണ് ദെൻ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ദെൻ 9.1, ദ ക്യാൻറ്റീൻ എക്സ്പെൻസ് ഓർ റിക്രിയേഷൻ എക്സ്പെൻസ്, ടൈം കീപ്പിംഗ് എക്സ്പെൻസ് ഓർ കോൺട്രിബ്യൂഷൻ ടു ESA. These expenses are collectively distributed on the basis of number of employees. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. And then 10th one, the consumable stores or indirect materials. Consumable stores അല്ലെങ്കിൽ indirect മെറ്റീരിയൽസിനൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻ ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് റിക്വസിഷൻ. എന്താണ് എത്ര സ്റ്റോഴ്സ് റിക്വസിഷൻ്റെ നമ്പറിന് ആനുപാതികമായിട്ടാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ 11th വൺ, ഇൻഡയറക്റ്റ് ലേബർ. ഓക്കെ, ഇൻഡയറക്റ്റ് ലേബറിനെ നമ്പർ ഓഫ് എംപ്ലോയീസ് ഓർ വേജസിൻ്റെ ബേസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോർ കീപ്പിംഗ്. ദെൻ ഓൺ ദി ബേസ് ഓഫ് വെയിറ്റ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽ. ഓക്കെ, മെറ്റീരിയലിൻ്റെ വെയിറ്റിന് ആനുപാതികമായിട്ടാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ 13.1, the delivery vans. Okay, weight or volume of materials delivered. Okay, delivery vans നമ്മൾ എന്താ പറയുന്നത് അതിൻ്റെ വെയിറ്റ് തൂക്കത്തിന് ആനുപാതികമായിട്ടാണ് നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ, ഹീറ്റിംഗ്, എയർ കണ്ടീഷൻ ആർ ഫയർ പ്രൊട്ടക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ഓൺ ദി ബേസ് ഓഫ് ഏരിയ ഒക്കുപ്പൈഡ്. ദെൻ ഫിഫ്ത്ത് വൺ, ജനറൽ എക്സ്പെൻസ്. ഓക്കെ, ജനറൽ എക്സ്പെൻസ് ഓൺ ദി ബേസിസ് ഓഫ് വേജസ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാകാവുന്ന സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന ഓവർഹെഡ്. ആ ഓവർഹെഡിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏത് ക്രൈറ്റീരിയാസിൻ്റെ ബേസിലാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം കൃത്യമായിട്ടും എന്താണ് ഓരോ എക്സ്പെൻസും, ഇപ്പോൾ റെൻറ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് കണ്ടു കഴിഞ്ഞാൽ ആ റെൻറ്റിന് നമുക്ക് ക്വസ്റ്റിന് എന്താണ് ഇൻഫർമേഷൻ തന്നിരിക്കും, ഫ്ലോർ ഏരിയ എന്നൊക്കെ തന്നിരിക്കും. അപ്പോൾ ആ റെൻറ്റിന് ആ ഒരു പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. ദെൻ ഇൻഡസ്ട്രീസ് ഹാസ് 3 ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് ഈസ് എക്സ്, വൈ ആൻഡ് എസ്. Then X and Y are production department and S are service department. ഓക്കെ, ഇൻഡസ്ട്രിയെ സംബന്ധിച്ചുള്ള അവർക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്, എക്സ്, വൈ, എസ്. അതിൽ എക്സും വൈയും എന്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും, എസ് എന്താണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ദ ഫോളോയിങ് ആർ ദ ഐറ്റംസ് ഓഫ് ഓർഡർ ഫോർ ദി മന്ത് ഓഫ് ജാനുവരി 2015. ഓക്കെ, എന്താണ് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ജനുവരി മാസം 2015 ഒരു എന്താണ് ഓവർഹെഡ് പറ്റിയാണ് തന്നിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് ഐറ്റം, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് 1000, ഡിപ്പാർട്ട്മെൻറ്റ് വൈ 2000, ഡിപ്പാർട്ട്മെൻറ്റ് എസ് 300. ഓക്കെ, ദെൻ റെൻറ്റ് ₹6000. ദെൻ ഡിപ്രിസിയേഷൻ ഓഫ് പ്ലാന്റ് ₹5000. ദെൻ സൂപ്പർവിഷൻ ₹8,000, repairs to plant ₹2,000, then insurance to plant 1,000. Then the following details are available in respect of 3 department. Then first one, floor area in square feet. Department X 3,000, Department Y 2,000, Department S 1,000. The number of workers, Department X 12, Department Y 6, Department S 6. Then cost of plant, Department X 25,000, Department Y 15,000, Department S 10,000. Then prepare a statement showing allocation and apportionment of overhead. ഓക്കെ, ഇത് ഒരു ഇൻഡസ്ട്രീസിൽ 3 ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. അതിൽ എക്സും വൈയും എന്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും, എസ് എന്താണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പം 2015 ജനുവരി മാസത്തെ ഒരു ഓവർഹെഡിൻ്റെ ഒക്കെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്താണ് ആ ഒരു എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്യണം, അലോക്കേഷൻ ചെയ്യണം അല്ലെങ്കിൽ അപ്പോർച്ച്മെൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ മുമ്പ് പഠിച്ച ഓരോ ബേസിസിന് ആനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ 3 ഡിപ്പാർട്ട്മെൻറ്റും എന്താണ് സെപ്പറേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യുക, ഒരു
എന്താണ് ഒരു ഐറ്റം കോളം പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ അപ്പോർഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം കാണിക്കുന്നതിന് വേണ്ടി എന്താണ് ഒരു കോളവും പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ എന്താണ് അങ്ങനെ 6 കോളമാണ് പ്രധാനമായിട്ടും ഇതിന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻ ഓഫ് ഓവർ ഹെഡ് എന്താണ് ഓവർ ഹെഡ് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും 6 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം ഐറ്റം, ദെൻ സെക്കൻഡ് കോളം ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ്, and third column total of overhead, then production department X, then production department Y, then service department S. അങ്ങനെ 3 ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് കോളം കൊടുക്കുക. ഓക്കെ, ഇനി എന്താ പറയുന്നത്, നമുക്കിവിടെ ഒന്നാമത്തെ എക്സ്പെൻസ് ഐറ്റം ആഡ് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളത് ഡയറക്റ്റായിട്ട് തന്നെ അങ്ങ് എഴുതുക. ഒന്നാമത്തെ ഐറ്റം ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, അത് ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് 1000, വൈ 2000, എസ് എത്രയാണ് 300. ഓക്കെ, അതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3300. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് താഴെ എക്സ് എത്രയാണ്, എക്സ് 1000, വൈ 2000, ദെൻ എസ് എത്രയാണ് 300. ഓക്കെ, ഇനി എന്താണ് നമുക്ക് തന്നിരിക്കുന്ന കോമൺ ഓവർ ഹെഡാണ്. ഈ കോമൺ ഓവർ ഹെഡിന് എന്താണ് ഓരോ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് എന്താണ് നമ്മൾ അതിനെ അലോക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സെക്കൻഡ് ഐറ്റം ഈസ് ദാറ്റ് റെൻറ്റ് ഈ 6000 റെൻറ്റ് നമുക്ക് ടോട്ടലായിട്ട് തന്നിരിക്കുന്നത് എത്രയാണ് 6000 രൂപയാണ്, അല്ലെങ്കിൽ 6000 ആണ് റെൻറ്റായിട്ട് തന്നിരിക്കുന്നത്. ദെൻ റെൻറ്റിന് എന്താണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ബേസിസ് ആണ് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് നോക്കുക. ഓക്കെ, ഫ്ലോർ സ്പേസ് ഇൻ സ്ക്വയർ ഫീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് പ്ലാന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു റെൻറ്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് എന്തിൻ്റെ ബേസിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഏരിയാസിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിൻ്റെ ബേസിലാണ് എന്ത് റെൻറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, നമുക്ക് സ്ക്വയർ ഫീറ്റ് ഏരിയയുടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എക്സ് എത്രയാണ് 3000, വൈ 2000, എസ് എത്രയാണ് 1000. അപ്പോൾ ആ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊപ്പോർഷൻ ഉണ്ടാക്കി എടുക്കുക. 3000, 2000, 1000 എന്നുള്ള സ്ക്വയർ ഫീറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഏറ്റവും ചെറിയ പ്രൊപ്പോർഷനിലേക്ക് ആക്കുക, 3:1. ഓക്കെ, അപ്പോൾ റെൻറ്റിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ്, റെൻറ്റ് ഈസ് അലോക്കേറ്റഡ് ഓൺ ദി ബേസ് ഓഫ് ഫ്ലോർ സ്പേസസ്, ഇറ്റ് ഈസ് സ്ക്വയർ ഫീറ്റ്, ആൻഡ് ദ റേഷ്യോ ഈസ് ദാറ്റ് 3:2:1. The total of rent is 6000. Okay, 6000 നമ്മൾ 3:2:1 എന്ന റേഷ്യോയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. എങ്ങനെയാണ്, ദ പ്രൊപ്പോർഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6000 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, അപ്പോൾ എത്ര എക്സിൻ്റെ പ്രൊപ്പോർഷൻ എത്ര വരും 3000. വൈഡ് ആണെങ്കിലോ എങ്ങനെ പിടിക്കാൻ പറ്റും, 6000 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 6 2000. ദെൻ എസിൻ്റെ 6000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 6 1000. ഓക്കെ, അപ്പം ആ 3:2 എന്ന അനുപാതത്തിൽ നമ്മൾ റെൻറ്റിനെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് എക്സ്പെൻസ് ഇസ് ദാറ്റ് സൂപ്പർവിഷൻ. ഓക്കെ, സൂപ്പർവിഷൻ 5000. ദെൻ സൂപ്പർവിഷൻ ഓഫ് എംപ്ലോയീസ് 8000. ഓക്കെ, എന്താണ് സൂപ്പർവിഷന് വേണ്ടി നമ്മൾ 8000 ആണ് നമ്മൾ പ്രധാനമായിട്ടും എക്സ്പെൻസ് ഉള്ളത്. അപ്പോൾ നോക്കുക, സൂപ്പർവിഷൻ എന്ന് പറയുന്നത് മാൻ പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എംപ്ലോയീസിന് ആനുപാതികമായിട്ടാണ് എന്ത് സൂപ്പർവിഷൻ എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് ഇൻഫർമേഷൻ. നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണ്, എക്സ് 12, വൈ 6, എസ് എത്രയാണ് 6. അപ്പം ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുന്നത്, അതിന് ഏറ്റവും പ്രൊപ്പോർഷൻ ചെറുതാക്കി എടുക്കുക. എന്താണ് കോമൺ ആയിട്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്താണ് 2:1:1 എന്ന ഒരു പ്രൊപ്പോർഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ അലോക്കേഷൻ നടത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം പ്രൊപ്പോർഷൻ എടുക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോവും. ഓക്കെ, ആ പ്രൊപ്പോർഷൻ കൃത്യമായിട്ടും എന്താണ് നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ഇതിലേക്ക് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക. ഇനി അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ എന്താണ് നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് എക്സ് 12, വൈ 6, എക്സ് എത്രയാണ് എക്സ്. അപ്പോൾ അതിനെ നമ്മൾ പ്രൊപ്പോർഷനിലേക്ക് ആക്കുമ്പോൾ എന്താണ് 2:1:1 എന്ന പ്രൊപ്പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടോട്ടൽ നമുക്കുള്ള സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ 8000 ആണ്. അപ്പോൾ നമ്മൾ എന്താണ് 2:1:1 എന്ന ആ പ്രൊപ്പോർഷൻ നമ്മളതിനെ അലോക്കേറ്റ് ചെയ്യുക. എക്സിനെ സംബന്ധിച്ചോളം
8,000 into 2 divided by 4,000. then y സംബന്ധിച്ചോളം 8,000 into 1 divided by 4 2,000. എക്സിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 8,000 into 1 divided by 4 2,000. then next item is that depreciation. Okay, depreciation of plant 5,000. Okay, depreciation നോക്കുക. depreciation is allocated on the base of cost of the plant. നമുക്ക് മറ്റിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് 25,000, 15,000 and 10,000. therefore the proportion is that 5:3:2. then the proportion, the total expense is 5,000. then the expense of x is equal to 5,000 into 5 divided by 10, 2,500. then y is equal to 5,000 into 3 divided by 10, 1,500. then s is equal to 5,000 into 2 divided by 10, 1,000. then the next item is that repairs to plant. then repairs to plant, the same proportion, repairs to plant is based on cost of the plant. Ratio is that 5:3:2. total expense 2,000. then x in the proportion 1,000, y 600, s 400. then insurance of plant is based on cost of the plant. the total expense is 1,000. then proportion of s 500, proportion of y 300. then department of x 200. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ എക്സ്പെൻസുകളെയും എന്താണ് നമ്മൾ ഓരോ പ്രൊപ്പോർഷന് ആനുപാതികമായിട്ട് എന്താണ് ഓരോ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളതിനെ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ദെൻ അതിൻ്റെ സം ടോട്ടൽ കാണിക്കുക. ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 25,300. ദെൻ എക്സിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് 12,000, y 8,400. ദെൻ എസ് 4,900. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു പ്രക്രിയയിൽ എന്താണ് നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസുകളെ നമ്മളെന്താ പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതിനെ അലോട്ട് ചെയ്തു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര എക്സ്പെൻസുകളുണ്ടായി. അപ്പോൾ നമുക്ക് എന്താണ് ഈ സം ടോട്ടൽ ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ജനുവരി മാസം 2015 എന്താണ് റെൻറ്റ് എന്ന് പറഞ്ഞത് എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൽ ആയിരിക്കുന്ന റെൻറ്റ് എന്ന് പറഞ്ഞാൽ 300 എന്ന് പറയാൻ സാധിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് വൈയിൽ എന്താണ് 2,000 ഉണ്ടായെന്ന് പറയാൻ സാധിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൽ എന്താ പറയുന്നത് 1,000 ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് നമുക്ക് എന്താണ് ഓരോ എക്സ്പെൻസ് എത്ര ഇൻക്വയർ ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഉണ്ടാകാവുന്ന ഓവർ ഹെഡിനെ കൺസേൺഡ് കോസ്റ്റ് സെൻറ്ററിലേക്കോ കൺസേൺഡ് കോസ്റ്റ് യൂണിറ്റിലേക്കോ ഒക്കെ എന്താണ് നമ്മളതിനെ ഓരോ പ്രൊപ്പോർഷനായിട്ട് ആനുപാതികമായിട്ട് നമ്മളെന്താണ് അതിനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രക്രിയയെ നമ്മളെന്താണ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ ഒരു എന്താണ് നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന മുഴുവൻ എക്സ്പെൻസിനെയാണ് നമ്മളെന്താണ് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഓരോ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ ഓരോ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ആ പ്രക്രിയ നമ്മളെന്ത് പറയുന്നു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓരോ ക്രൈറ്റീരിയാസിൻ്റെ ബേസിലാണെന്ത് നമ്മൾ അലോക്കേറ്റ്. അപ്പോൾ ഓർത്തിരിക്കുക എപ്പോഴും ഓരോ എക്സ്പെൻസും എന്താണ് നമ്മൾ ഓരോ ക്രൈറ്റീരിയാസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പാർട്ടിലൊക്കെ എന്താണ് നമ്മൾ ഈ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ ഉണ്ടാകാവുന്ന ഓവർ ഹെഡിനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുന്നതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് നമ്മൾ ഫസ്റ്റിലെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും മൊഡ്യൂൾ 4 കടന്നിരിക്കുന്നു. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഓവർ ഹെഡ്. ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് ഓവർ ഹെഡ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഓൾ മെറ്റീരിയൽ കോസ്റ്റ്, ഓൾ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓവർ ഹെഡ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെയും എല്ലാ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിനെയും എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും സം ടോട്ടലുകളെ നമ്മൾ പറയുന്നത് ഓവർ ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവർ ഹെഡ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഓവർ ഹെഡിൻ്റെ എലമെൻറ്റുകൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെ പറ്റി പറഞ്ഞു. എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്. നമ്മളെന്താണ് കൃത്യമായിട്ടും എല്ലാ ഓവർ ഹെഡിനെയും ഓരോ ഡേറ്റാസ് വെച്ച് നമ്മൾ അതിനെ കളക്ട് ചെയ്തിരിക്കണം. ദെൻ അങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന ഓവർ ഹെഡിനെ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യണം. പിന്നെ തേർഡ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് അലോക്കേഷൻ അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. ഇങ്ങനെ ഉള്ള ഓവർ ഹെഡിനെ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. ദെൻ റീ അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്, ദെൻ അസർടൈൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് റേറ്റ്, ദെൻ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ടു പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളെ എങ്ങനെയാണ് പർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്ക് ലിങ്ക് ചെയ്യുന്നതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ക്ലാസിഫിക്കേഷനും കാൽക്കുലേഷൻസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചെറിയ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ
നമ്മുടെ ഈ ഫസ്റ്റ് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.